ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധ അഥ അഷ്ടാദശോധ്യായഃ. ശ്രീശുക ഉവാച. ഇത്തം വിരിഞ്ചസ്തുതകർമ്മവീര്യഃ പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജഃ ശംഖഗദാബ്ജചക്രഃ പിശങ്കവാസാ നളിനായതേക്ഷണഃ ശ്യാമാവദാതോച്ഛരാജകുണ്ടലദ്വിഷോല്ലസശ്രീവദനംബുജഃ ശ്രീവത്സവക്ഷാവലയാംഗദോല്ലസത് കിരീടകാഞ്ചീഗുണചാരുനൂപുരഃ മധുവ്രതവ്രാതവിഖുഷ്ടയാ സ്വയാ വിരാജിത ശ്രീവനമാലയാ ഹരിഃ പ്രജാപതേർവേശ്മതമസ്വരോചിഷാ വിനാശയൻ കണ്ഠനിവിഷ്ടകൗസ്തുഭഃ ദിശ പ്രസേതുസ്സലിലാശയാസ്തദാ പ്രജാഃ പ്രഹൃഷ്ടാർതവോ ഗുണാന്വിതാഃ ദ്യൗരന്തരിക്ഷം ക്ഷിതിരഗ്നിജിഹ്വാ ഗാവോ ദ്വിജാഃ സംജഗൃഷുർനഗാശ്ച ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭുഃ സർവേ നക്ഷത്രതാരാദ്യശ്ചക്രുസ്തജ്ജന്മദക്ഷിണം ദ്വാദശ്യാം സവിതാ തിഷ്ഠൻ മധ്യം ദിനഗതോ നൃപ വിജയാ നാമ സാ പ്രോക്ത യസ്യാം ജന്മവിദുർഹരേഃ ശംഖദുന്ദുഭയോ നേതു മൃദംഗപണവാനകാഃ ചിത്രവാദിത്രതൂര്യാണാം നിർഘോഷസ്തുമുലോ അഭവത് പ്രീതാശ്ചാപ്സരസോ അനിസ്യൻ ഗന്ധർവപ്രവരാജഗുഃ തുഷ്ടുവുർമുനയോ ദേവാ മനവഃ പിതരോഗ്നയഃ സിദ്ധവിദ്യാധരഗണാഃ സ കിം പുരുഷകിന്നരാഃ ചാരണായക്ഷരക്ഷാംസി സുപർണാ ഭുജഗോത്തമാഃ ഗായന്തോതി പ്രശംസന്തോ നൃത്യന്തോ വിബുധാനുഗാഃ അദിത്യാ ആശ്രമപദം കുസുമൈഃ സമവാകിരൻ ദൃഷ്ട്വാദിതിസ്തം നിജഗർഭസംഭവം പരം പുമാംസം മുദമാപവിസ്മിതാ ഗൃഹീതദേഹം നിജയോഗമായയാ പ്രജാപതിശ്ചാഹ ജയേതി വിസ്മിതഃ യത്തദ്വപുർഭാതി വിഭൂഷണായുധൈഃ അവ്യക്തചിദ്വ്യക്തമധാരയത് ഹരിഃ ബഭൂവ തേനൈവ സ വാമനോ വടുഃ സംപശ്യതോർദിവ്യഗതിർയഥാ നടഃ തം വടും വാമനം ദൃഷ്ട്വാ മോദമാനാ മഹർഷയഃ കർമാണി കാരയാമാസുഃ പുരസ്കൃത്യ പ്രജാപതിം തസ്യോപനീയമാനസ്യ സാവിത്രീം സവിതാബ്രവീത് ബൃഹസ്പതിർബ്രഹ്മസൂത്രം മേഖലാം കശ്യപോ ദദാത് ദദൗ കൃഷ്ണാജിനം ഭൂമിർദണ്ഡം സോമോ വനസ്പതിഃ കൗപീനാച്ഛാദനം മാതാ ദ്യൗഃ ഛത്രം ജഗതഃ പതേഃ കമണ്ഡലും വേദഗർഭഃ കുശാൻ സപ്തർഷയോ ദദുഃ അക്ഷമാലാം മഹാരാജ സരസ്വത്യവ്യയാത്മനഃ തസ്മായിത്യുപനീതായ യക്ഷരാട് പാത്രികാമദാത് ഭിക്ഷാം ഭഗവതി സാക്ഷാദുമാദാദംബികാ സതി സ ബ്രഹ്മവർച്ചസേനൈവം സഭാം സംഭാവിതോ വടുഃ ബ്രഹ്മർഷിഗണസഞ്ജുഷ്ടാമത്യരോചതമാരിഷഃ സമിത്തമാഹിതം വന്യം കൃത്വാ പരിസമൂഹനം പരിസ്ഥീര്യ സമഭ്യർച്യ സമിദ്ഭിരാജുഹോദ്വിജഃ ശ്രുത്വാശ്വമേധൈർയജമാനമൂർജിതം ബലിം ഭൃഗൂണാമുപകൽപ്പിതൈസ്തതഃ ജഗാമ തത്രാഖിലസാരസംഭൃതോ ഭാരേണ ഗാം സന്നമയൻ പദേ പദേ തം നർമ്മദായാസ്തട ഉത്തരേ ബലേഃ യൈർത്വിജസ്തേ ഭൃഗുകച്ഛ സംജ്ഞകേ പ്രവർത്തയന്തോ ഭൃഗവഃ ക്രതൂത്തമം വ്യചക്ഷതാരാദുദിതം യഥാരവിം തർത്വിജോ യജമാനഃ സദസ്യാ ഹതത്വിഷോ വാമന തേജസാ നൃപ സൂര്യക്കിലായാത്യുതവാ വിഭാവസുഃ സനത്കുമാരോ തദിദൃക്ഷയാ ക്രതോഃ ഇത്തം സശിഷ്യേഷു ഭൃഗുഷ്വനേകധാ വിതർക്യമാണോ ഭഗവാൻ സ വാമനഃ ഛത്രം സദണ്ഡം സജലം കമണ്ഡലും വിവേശ ബിഭ്രദ്ഹയമേധവാടം മൗഞ്ജ്യാ മേഖലയാ വീതം ഉപവീതാജിനോത്തരം ജഡിലം വാമനം വിപ്രം മായാമാണവകം ഹരിം പ്രവിഷ്ടം വീക്ഷ്യ ഭൃഗവഃ സശിഷ്യാസ്തേ സഹാഗ്നിഭിഃ
പ്രത്യഗൃണ്ണൻ സമുത്ഥായ സംക്ഷിപ്താസ്തസ്യ തേജസാ യജമാനഃ പ്രമുദിതോ ദർശനീയം മനോരമം രൂപാനുരൂപാവയവം തസ്മാ ആസനമാഹരത് സ്വാഗതേനാഭിനന്ദ്യാഥ പാദൗ ഭഗവതോ ബലിഃ അവനിജ്യാർച്ചയാമാസ മുക്തസംഗമനോരമം തത്പാദശൗചം ജനകൽമഷാപഹം സധർമ്മവിന്മൂർധ്യന്യദധാത് സുമംഗളം യദ്ദേവദേവോ ഗിരിശശ്ചന്ദ്രമൗലിഃ ദധാരമൂർധ്നാ പരയാ ച ഭക്ത്യാ. ബലിരുവാച സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ ബ്രഹ്മർഷീണാം തപസ്സാക്ഷാൻ മന്യേ ത്വാജവപുർധരം അദ്യ ന പിതരസ്തൃപ്ത അദ്യ ന പാവിതം കുലം അദ്യ സ്വിഷ്ടക്രതുരയം യദ്ഭവാനാഗതോ ഗൃഹാൻ അദ്യാഗ്നയോ മേ സുഹൃതാ യഥാവിധി ദ്വിജാത്മജത്വച്ചരണാവനേ ജനൈഃ ഹതാം ഹസോ വാർഭിരിയം ച ഭൂരഹോ തഥാ പുനീതാ തനുഭിഃ പദൈസ്തവ യദ്യദ്വടോ വാഞ്ചസി തത്പ്രതീച്ഛ മേ ത്വമർത്തിനം വിപ്രസുതാനുതർക്കയേ ഗാം കാഞ്ചനം ഗുണവദ്ധാമമൃഷ്ടം തഥാന്നപേയമുത വാ വിപ്രകന്യാം ഗ്രാമാൻ സമൃദ്ധാം സ്തുരഗാൻ ഗജാൻ വാ രഥാംസ്തഥാർഹത്തമസംപ്രതീച്ഛ. ശ്രീഹരയേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ വാമന പ്രാദുർഭാവേ ബലിവാമന സംവാദേ അഷ്ടാദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യേ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. ആസ്താം താവദീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം ധനുശോഷണം മലമയീ ശയ്യാ ച സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാഹ അക്ഷമോ ദാതും നിഷ്കൃതിം ഉന്നതോപിതനയ തസ്യൈ ജനന്യൈ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഭൂതൈർമഹദ്ഭയൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. വാണീ ഗുണാനുകഥനെ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ പൂത്രകോവിലപ്പാ ശരണം. ശ്രീ മഹാദേവാ ശരണം.
ശ്രീ മഹാദേവീ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വീണ്ടും ഒരു ഓണക്കാലം കൂടി സമാഗതമായിരിക്കുകയാണ്. ഈ ഓണാഘോഷത്തിന് പുറകിലുള്ള ഐതിഹ്യം ഭഗവാന്റെ ദശാവതാരങ്ങളിൽ ഒന്നായ വാമന അവതാരമാണ്. ചിങ്ങമാസത്തിന് സംസ്കൃതത്തിൽ ശ്രാവണം എന്നാണ് പറയുന്നത്. ശ്രോണായാം ശ്രവണദ്വാദശ്യാം എന്നാണ് ഭഗവാന്റെ അവതാരത്തെ സൂചിപ്പിക്കുന്ന ശ്ലോകം തുടങ്ങുന്നത്. ഈ ശ്രോണായാം എന്നത് ലോപിച്ചാണ് ഓണം ആയതെന്നാണ് അഭിജ്ഞമതം. നമ്മൾ പൂക്കളം ഇടുന്നതിൻ്റെ അവസാന ദിവസമായ തിരുവോണ ദിവസം തൃക്കാക്കര അപ്പനെയാണ് നമ്മൾ പൂജിക്കുന്നത്. തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞാൽ തൃക്കാക്കര എറണാകുളം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് തൃക്കാക്കര. അവിടെ വാമന ക്ഷേത്രമുണ്ട്. വാമന പ്രതിഷ്ഠയുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്. വാമന പ്രതിഷ്ഠയുള്ള വളരെ അപൂർവം ക്ഷേത്രങ്ങളേ ഉള്ളൂ. ഇത് പ്രസിദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ തൃക്കാക്കര അപ്പൻ എന്നുള്ള ഒരു സങ്കല്പത്തിലാണത് പറയുന്നത്. വാമന പൂജയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ഓണ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഓണത്തിന്റെ അവസാന ദിവസമായ തിരുവോണ ദിവസം നമ്മൾ പൂജിക്കുന്നത് വാമന രൂപിയായ ഭഗവാനെയാണ്. എന്നാൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥ വളരെ വികൃതമായിട്ട് അല്ലെങ്കിൽ എന്തോ നമുക്കത് ചേർച്ചയില്ലാത്ത, പുരാണവുമായിട്ട് ചേർച്ചയില്ലാത്തതായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകും. പുരാണം നോക്കുന്നവർക്ക്, ഭാഗവതം നോക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. മഹാബലി വർഷത്തിലൊരിക്കൽ കേരളം കാണാനായിട്ട് വരുന്നു എന്ന കഥ വെറും സാങ്കല്പികമാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മഹാബലി അസുര ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം സ്വർഗലോകവും അതായത് ദേവേന്ദ്രനെയും കീഴടക്കി 14 ലോകങ്ങളെയും അടക്കി വാണ ചക്രവർത്തിയാണ്. ആ 14 ലോകങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഒരു ലോകമേ ആകുന്നുള്ളൂ. ഭൂമി പോലും, ഭൂമി മൊത്തം കണക്കാക്കിയാൽ പോലും ഈ 14 ലോകങ്ങളിൽ ഒരു ലോകമേ ആകുന്നുള്ളൂ. ആ ഭൂമിയിലെ ഒരു വളരെ ചെറിയ പ്രദേശമായ ഭാരതത്തിന്റെ വളരെ ചെറിയൊരു പ്രദേശമാണ് ഈ കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഈ കേരളത്തിൽ മാത്രം വന്നു പോകാൻ മഹാബലിക്ക് ഒരു പ്രത്യേക താല്പര്യം കേരളത്തിനോട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് ആ കഥ അത് കേരളത്തിൽ മാത്രം പ്രചാരത്തിലിരിക്കുന്ന കഥയാണ് താൻ. ഭാഗവതത്തിൽ പറയുന്നത് മുഴുവനും ഭാരതത്തെ മൊത്തം അല്ല, ലോകത്തെയും പ്രപഞ്ചത്തെയും മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കഥകളാണ്. അതില് ഈ മഹാബലിയുടെ ഇങ്ങനെയുള്ള ഒരു കഥ വെറും കെട്ടുകഥയാണെന്നുള്ളതാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. നമ്മളിപ്പോ പാരായണം ചെയ്ത ഈ ഭാഗം ശ്രീമദ് ഭാഗവതം മൂലത്തിലുള്ള വാമനാവതാരത്തെ സംബന്ധിക്കുന്ന അധ്യായമാണ്. അതായത് അഷ്ടമസ്കന്ധത്തിലെ 18ാം അധ്യായമാണ് വാമനാവതാരം. അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാന്റെ അവതാരമാണ് വർണ്ണിക്കുന്നത്. ഭഗവാൻ അവതരിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാല് മഹാബലി 14 ലോകങ്ങളെയും അടക്കി വാഴുന്നതിന് കൊണ്ട് മഹാബലി വളരെ ഗുണവാനാണ്. പക്ഷേ സ്വർഗലോകത്തിൽ നിന്ന് ദേവന്മാരെ എല്ലാം അകറ്റിയിട്ടാണ് സ്വർഗം വാഴുന്നത്. അപ്പോൾ ഈ ദേവന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവര് വേഷപ്രച്ഛന്നരായി അങ്ങനെ അലയുകയാണ്. അപ്പൊ ഈ ദേവമാതാവായ അതിഥിക്ക് അത് വളരെ സങ്കടമുണ്ടാക്കി. അവർക്ക് സ്വർഗം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം അതിഥിക്ക് ഉണ്ടായി. അപ്പോൾ അതിഥി അതിനു വേണ്ടിയിട്ട് ഭർത്താവായ കശ്യപനോട് അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ കുട്ടികൾക്ക് നന്മയുണ്ടാവണം, അവരുടെ ഈ അവസ്ഥ, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്ന ഈ അവസ്ഥ മാറാനായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണം. അപ്പോൾ ഭർത്താവായ കശ്യപൻ പറഞ്ഞു, എന്ത് ആപത്ത് വന്നാലും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ആപത്ത് വന്നോ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ ആശ്രയിക്കുക. അപ്പോ എങ്ങനെ ആശ്രയിക്കണം എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചാണ്. അതിഥിക്ക്
സാത്വിക ഗുണം കൂടുതലുള്ളത് കൊണ്ട് 12 ദിവസം ഉപാസിക്കേണ്ട, 12 ദിവസം ആചരിക്കേണ്ട ഒരു വ്രതം, അതായത് പയോവ്രതം എന്നാണ് ആ വ്രതത്തിന് പേര്. അപ്പൊ ഈ പയോവ്രതമാണ് കശ്യപൻ ഉപദേശിച്ചത്. ഈ പയോവ്രതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പാലുകൊണ്ട് അഭിഷേകം ചെയ്യുക, ഭഗവാന് പാല് നിവേദിക്കുക, ഭഗവാനെ പൂജിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ 12 ദിവസം ആചരിച്ചാൽ 12ാമത്തെ ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെടും. അതനുസരിച്ച് അദിതി ദേവിയുടെ മുമ്പിൽ 12ാമത്തെ ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. വരമായിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ തൻ്റെ മക്കളായ ദേവന്മാർക്ക് സ്വർഗലോകം തിരിച്ചു കിട്ടണം, അത് മാത്രമേ ആഗ്രഹമുള്ളൂ. ഭഗവാൻ പറഞ്ഞു, അത് ശരിയാക്കാം, അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ മകനായിട്ട് വന്ന് അവതരിക്കാം. അമ്മ ഭർത്താവിനെ വേണ്ടതുപോലെ പൂജിച്ച് പരിചരിച്ച് കഴിയുക എന്ന് പറഞ്ഞതിന് ശേഷം ഭഗവാൻ മറയുന്നു. അദിതി ദേവി ഗർഭം ധരിച്ച് പ്രസവിക്കുന്നു. പ്രസവിക്കുമ്പോൾ ഉള്ള രൂപമാണ് ഈ അധ്യായത്തില് ആദ്യത്തെ ശ്ലോകം മുതൽ 4 ശ്ലോകം വർണ്ണിക്കുന്നത് ഭഗവാന്റെ രൂപമാണ്. ചതുർബാഹുവായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഓരോ കൈകളിലും ശംഖ്, ചക്രം, ഗദ, പത്മം ഒക്കെ പിടിച്ച രൂപമാണ്. നീലമേഘശ്യാമളനായിട്ട് മകരകുണ്ടലങ്ങളൊക്കെ ധരിച്ച് ആ കുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് മുഖകാന്തി വ്യക്തമാകുന്ന വിധത്തില് ഗോപിക്കുറിയൊക്കെ തൊട്ട് താമരപ്പൂവിൻ്റെ ഇതളുപോലെ ഉള്ള മനോഹരമായ കണ്ണുകളാണ് ഭഗവാന്റേത്. അതുപോലെ നല്ല കിരീടം, അതിമനോഹരമായ ഒരു കിരീടമുണ്ട്. അങ്ങനെയുള്ള രൂപത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. അങ്ങനെ കശ്യപനും അദിതിയും ഭഗവാന്റെ ആ ദിവ്യ സ്വരൂപം നോക്കി നിൽക്കെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ രൂപം വളരെ ചെറിയൊരു ബ്രാഹ്മണ കുട്ടിയുടേതായിട്ട് മാറുകയാണ്. ബ്രഹ്മാവും ദേവന്മാരുമൊക്കെ നോക്കി നിൽക്കെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഋഷിമാരും ഒക്കെ ഉണ്ട് അവിടെ. അവരെല്ലാവരും കശ്യപനോട് നിർദ്ദേശിച്ചു, ഈ കുട്ടിയുടെ ഉപനയനം കഴിക്കുക, പൂണൂലിടൽ ചടങ്ങ് നടത്തുക എന്ന് നിർദ്ദേശിച്ചു. അതിൻ്റെ പ്രകാരം കശ്യപൻ ഈ ബാലന് ഉപനയനം നടത്തുകയാണ്. ഉപനയനം എന്ന് പറഞ്ഞാൽ ശരിക്കും വേദ പഠനത്തിനുള്ള തുടക്കം കുറിക്കുകയാണ്. ഉപനയനത്തിന് പ്രധാന ചടങ്ങ് ഗായത്രി ഉപദേശമാണ്. ശരിക്കും ഗായത്രി ചൊല്ലുന്നത്, അല്ലെങ്കിൽ ഗായത്രിയുടെ ദേവത സൂര്യനാണ്. ആ സൂര്യൻ തന്നെ വന്ന് ഭഗവാന് ഗായത്രി ഉപദേശിക്കുകയാണ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായിട്ടുള്ളത് ഭഗവാനാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. സർവനിയന്താവായ ഭഗവാന് വേണ്ടി കൈങ്കര്യം ചെയ്യാൻ എല്ലാവരും തയ്യാറാണ്. ഭൂമിദേവിയാണ് മാൻതോൽ, കൃഷ്ണാജിനം നൽകുന്നത്. അതുപോലെ ബ്രഹ്മചാരിക്ക് ഒരു വടി കയ്യിൽ പിടിക്കേണ്ടതുണ്ട്. അത് നൽകുന്നത് വൃക്ഷങ്ങളുടെ അധിപനായ ചന്ദ്രനാണ്. അതുപോലെ അന്തരീക്ഷത്തിന്റെ അതിദേവത കുട നൽകുന്നു, ഛത്രം കുട നൽകുന്നു. അതുപോലെ കമണ്ഡലു ബ്രഹ്മദേവനാണ് നൽകുന്നത്. ഭിക്ഷാപാത്രം, അതായത് ഉപനയനം കഴിഞ്ഞാൽ ഉപനയിച്ച ഉണ്ണിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം ആരെങ്കിലും കൊടുത്തിട്ട് വേണം. അപ്പോ യാചിച്ചു കിട്ടുന്ന അന്നം കൊണ്ടാണ് ജീവിക്കുക. അപ്പൊ യാചിക്കണമെങ്കിൽ ഒരു പാത്രം വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് കുബേരനാണ് പാത്രം നൽകുന്നത്. അങ്ങനെ ഓരോരുത്തരും വേണ്ട തരത്തില് എല്ലാം നൽകി വാമനനെ യാത്രയാക്കുകയാണ്. അപ്പോൾ ഇനി ഉപനയിച്ച ഉണ്ണിക്ക് ഇനി സ്ഥിരമായിട്ടിരുന്ന് രാവിലെയും വൈകുന്നേരവും സമിത്ത് ഹോമിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. അതിന് ആരുടെ അടുത്ത് പോയി ചോദിച്ചാലാണ് 3 അടി ഭൂമി കിട്ടുക എന്ന് അന്വേഷിച്ച് വാമനൻ യാത്രയാവുകയാണ്. ആ യാത്രയിൽ വാമനന്റെ ഉള്ളിൽ, വാമനനായിട്ട് അവതരിച്ചിരിക്കുന്നത് ഭഗവാനാണല്ലോ, ഭഗവാന്റെ ഉള്ളിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ
അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ഭാരം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു നടപ്പായിരുന്നു വാമനന്റെ ആ യാത്ര. അങ്ങനെ അന്വേഷിച്ച അദ്ദേഹം ബലി യാഗം ചെയ്യുന്ന നർമ്മദാ തീരത്തെത്തി. ഈ നർമ്മദ കേരളത്തിലുള്ള ഒരു നദിയല്ല, അതുകൊണ്ട് തന്നെ ബലി കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു രാജാവ് എന്ന് പറയാൻ പറ്റില്ല. ഗുജറാത്തിലുള്ള നദിയാണ് നർമ്മദ. അപ്പോ നർമ്മദയുടെ വടക്കേ തീരത്ത് കച്ച് പ്രദേശങ്ങളിലാണ് ഈ യാഗം നടന്നിരുന്നത്. അപ്പോൾ വാമനൻ അവിടെ എത്തി. യാഗശാലയിൽ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാബലി ആഗതനായ ബ്രാഹ്മണ ബാലനെ കാണുകയും അദ്ദേഹം യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഓർമ്മയില്ലാതെ തന്നെ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ആഗതനായ ആ ബ്രാഹ്മണ ബാലന്റെ ഗൗരവം ഉള്ളിൽ ബോധ്യമായതുകൊണ്ട്, അതായത് ഭഗവാനോടുള്ള ആ ഭക്തി കൊണ്ട് ബലി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ബ്രാഹ്മണ ബാലനെ സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ യാഗം നടത്താൻ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഗുരുക്കന്മാർ പറയുന്നുണ്ട്, യാഗം തീർന്നതിന് ശേഷം മാത്രമേ എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്ന്. ഇത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന അതിഥികളെ ആ രീതിയിൽ സ്വാഗതം ചെയ്യാനായിട്ട് യജമാനൻ തന്നെ എഴുന്നേറ്റ് പോകാറില്ല. പക്ഷേ ബലിക്ക് തോന്നുവാണ് യാഗം പൂർണ്ണമായതിന്റെ ഫലമാണ് ഈ വന്നിരിക്കുന്ന ബ്രാഹ്മണ ബാലൻ താൻ ചെയ്ത യാഗത്തിന്റെ എല്ലാം ഫലമാണ് എന്നാണ് ബലിക്ക് തോന്നുന്നത്. അപ്പൊ യാഗം പൂർണ്ണമായി എന്നാണ് ബലിക്ക് തോന്നുന്നത്. അപ്പൊ ആ ബ്രാഹ്മണ ബാലനെ ആനയിക്കാനായിട്ട് സ്വാഗതം ചെയ്യാനായിട്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതിന് ശേഷം എന്താണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ ബലിക്ക് എല്ലാ ഗുണങ്ങളും തികഞ്ഞയാളാണ് മഹാബലി എന്നുള്ള പേര് ഇതിന് ശേഷമാണ് കിട്ടുക. ബലി എന്നേ അതേവരെ പേരുള്ളൂ. ഈ ബലി എല്ലാ ഗുണങ്ങളും തികഞ്ഞയാളാണ്. പരമസാത്വികനാണ്, മഹാവിഷ്ണുവിന്റെ പരമഭക്തനാണ്. പരമഭക്തനായ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയാണ്. പ്രഹ്ലാദന്റെ അടുത്ത് നിന്ന് ഭഗവാന്റെ കഥകളെല്ലാം കേട്ട് വളർന്നു വന്നതാണ്. പ്രഹ്ലാദന്റെ എല്ലാ ഗുണങ്ങളും തന്നെ മഹാബലിക്കുണ്ട്. എന്നാൽ മുത്തശ്ശന്റെ ഗുണം മാത്രമല്ല, മുത്തശ്ശന്റെ അച്ഛന്റെ ഗുണവും കുറച്ച് ബലിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഹിരണ്യകശിപുവാണ് പ്രഹ്ലാദന്റെ അച്ഛൻ. ഹിരണ്യകശിപുവിനുണ്ടായിരുന്ന അഹങ്കാരം കുറച്ച് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് വാമനാവതാരത്തിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ബലിയോട് യാചിക്കുന്നത് 3 അടി ഭൂമി മാത്രമാണ്. ബലിക്ക് അത് വളരെ ഒരു നാണക്കേടായി തോന്നി. കാരണം 14 ലോകങ്ങളുടെയും അധിപനായ തന്നോട് വെറും 3 അടി ഭൂമിയാണ് ഈ ബാലൻ യാചിക്കുന്നത്. അപ്പോ ബലി പറയുന്നുണ്ട്, വളരെ തുച്ഛമായ ഈ ദാനം ചെയ്യാൻ എനിക്ക് നാണക്കേടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നാളെ ഒരിക്കൽ നീ വിവാഹം കഴിച്ച് കുട്ടികളുമായി ഗൃഹസ്ഥനായിട്ട് കഴിയുമ്പോൾ പണമൊക്കെ ധാരാളമായിട്ട് ആവശ്യം വരും. ആ സമയത്ത് നീ വല്ലാതെ വിഷമിക്കും. അപ്പൊ നീ വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയി യാചിക്കും. അപ്പോൾ അവര് ചോദിക്കും, ഇതിനു മുമ്പ് ആരുടെ അടുത്താണ് യാചിച്ചത് ചോദിക്കുമ്പോൾ ബലിയുടെ അടുത്തുനിന്നാണ് വാങ്ങിയത് എന്ന് പറയുമ്പോൾ അത് ബലിയെ സംബന്ധിച്ച് നാണക്കേടാണ്. അതുകൊണ്ട് ആലോചിച്ച് മാത്രം ചോദിക്കുക. വേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ അത്രയും വാങ്ങിച്ചുകൊള്ളുക. എനിക്ക് എന്തു വേണമെങ്കിലും തരാൻ കഴിയും, ഞാൻ 14 ലോകങ്ങളുടെയും അധിപനാണ് എന്ന് യഥാർത്ഥത്തിലെ അധിപനായിട്ടുള്ള ഭഗവാനോടാണ് ബലി പറയുന്നത്. അതാണ് അഹങ്കാരം. അതായത് ഭഗവാന്റെ കൃപ കൊണ്ട് ഉള്ളത് ദാനം ചെയ്യാനുള്ള മനസ്സ്, ഐശ്വര്യം ഉണ്ടായിരിക്കുക, അതിനോടൊപ്പം ദാനം ചെയ്യാനുള്ള മനസ്സും ഉണ്ടായിരിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമാണ്. പക്ഷേ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് ഓർമ്മിക്കാതെ വരുന്നതാണ് അഹങ്കാരത്തിന് കാരണം. അത്
താരതമ്യേന ഭേദപ്പെട്ട അഹങ്കാരമാണെങ്കിലും അതുകൊണ്ട് ഭഗവാനെ ലഭിക്കുകയില്ല, പൂർണ്ണമാകുന്നില്ല. ഒരു ചെറിയ കളങ്കം അതിലുള്ളത് കൊണ്ട് അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഭഗവാൻ ബലിയുടെ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ബലിയെ പുകഴ്ത്തി. വളരെ സൽഗുണ സമ്പന്നനാണ്, അങ്ങയുടെ പാരമ്പര്യം കൊണ്ട് അങ്ങ് ഇതൊക്കെ തന്നെ പറയണം. പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് വെറും 3 അടി മാത്രമാണ്. 3 അടി ഭൂമി കൊണ്ട് ഞാൻ തൃപ്തനാണ്, അതിൽ കൂടുതൽ എനിക്ക് ആവശ്യമില്ല. പിന്നെ മറ്റൊന്നുണ്ട്, 3 അടി കൊണ്ട് തൃപ്തനാകാത്തവര് 3 ലോകം കിട്ടിയാലും മുഴുവൻ പ്രപഞ്ചം കിട്ടിയാലും അതുകൊണ്ടും തൃപ്തനാകണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് 3 അടി മാത്രം മതി. അപ്പോ ബലിക്ക് പിന്നീട് ഒന്നും പറയാനില്ല, അത് നൽകാം എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. അപ്പൊ ഈ അസാധാരണമായ അഭ്യർത്ഥന കേട്ടപ്പോൾ ശുക്ര മഹർഷിക്ക് അതിൻ്റെ കാര്യം എന്താണ് എന്ന് അദ്ദേഹം ആലോചിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, വന്നിരിക്കുന്നയാൾ വേറെ ആരുമല്ല, മഹാവിഷ്ണു തന്നെയാണ്. രൂപം മാറി വന്നിരിക്കുകയാണ്, മഹാബലിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് ആചാര്യന് മനസ്സിലായി. ആചാര്യൻ ഉടനെ ഈ ദാനകർമ്മത്തിൽ ഇടപെട്ടു. ബലിക്ക് നിർദ്ദേശം നൽകി, ഇപ്പോൾ നീയ് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നിനക്കുള്ള ഐശ്വര്യങ്ങളൊക്കെ അവിടെ നിൽക്കും, ഉള്ള ഐശ്വര്യങ്ങളൊന്നും പോകാതെ ഇരിക്കും. ഒരു നുണ പറയുന്നു എന്നുള്ള, കൊടുക്കാമെന്നുള്ള വാക്ക് പിൻവലിക്കുന്നു എന്ന ഒരു ദോഷം മാത്രമേ വരികയുള്ളൂ. പിന്നീടാണെങ്കിലോ ഈ ദോഷം നിലനിൽക്കുകയും ചെയ്യും, ഐശ്വര്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോ അതിലും ഭേദം, താരതമ്യം ചെയ്യുമ്പോൾ ഭേദം എനിക്ക് തരാൻ സാധിക്കില്ല എന്ന് വാക്കു മാറ്റി പറയുന്നതാണ് എന്ന് ഗുരു ഉപദേശിക്കുന്നു. അപ്പോൾ ബലി അതിനെ അശേഷം മാനിക്കുന്നില്ല. വാക്ക് പാലിക്കുന്ന ആളാകണമെന്ന് പഠിപ്പിച്ച ഗുരു തന്നെ ഇങ്ങനെ മാറ്റി പറയുന്നത് തെറ്റല്ലേ എന്ന് ഗുരുവിനോട് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ശുക്രാചാര്യർക്ക് കോപം വന്ന് നീ ഐശ്വര്യമൊന്നും ഇല്ലാത്തവനായി പോകട്ടെ എന്ന് ശപിക്കുന്നു. ഗുരുവും ഭഗവാനും ചേർന്ന് ബലിയെ പരീക്ഷിക്കുക തന്നെയാണ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബലിയുടെ ആ തീരുമാനത്തിന് പൂർണ്ണ സമ്മതത്തോടെ ഭാര്യ വിന്ധ്യാവല്ലിയും സഹകരിക്കുന്നു. ബ്രാഹ്മണ ബാലനെ, വാമന ഭഗവാനെ രണ്ടുപേരും ചേർന്ന് പൂജിച്ച് ദാനം ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. ആ സമയം ഭഗവാൻ തൻ്റെ രൂപം മാറ്റി വാമനൻ എന്നുള്ള ആ ചെറിയ രൂപം മാറിയിട്ട് ത്രിവിക്രമൻ, അതായത് ആകാശമുട്ട് വലിപ്പമുള്ള വലിയ രൂപം ധരിച്ചുകൊണ്ട് ഭഗവാൻ 14 ലോകത്തെയും 2 പാദം കൊണ്ട് അളക്കുകയും 3-ാമത്തെ പാദം വയ്ക്കാൻ സ്ഥലം എവിടെ എന്ന് ബലിയോട് ചോദിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് ബലിക്ക് മനസ്സിലായത് വന്നിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ബലിക്ക് അതിൽ നൽകാമെന്ന് പറഞ്ഞതിൽ പക്ഷേ കുണ്ഠിതമൊന്നും തോന്നിയില്ല. ആചാര്യൻ പറഞ്ഞത് ശരിയാണ്, വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അത് തന്നെ അത്ഭുതമല്ലേ. നമ്മൾ സാധാരണ ഭഗവാനെ കാണാൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് ക്ഷേത്രങ്ങൾ തോറും. ഇവിടെ ബലിയെ കാണാൻ ഭഗവാൻ ഇങ്ങോട്ട് വന്നു. ഭഗവാനോട് നമ്മൾ പോയി യാചിക്കുകയാണ് ചെയ്യുന്നത്, ഇവിടെ ബലിയോട് ഭഗവാൻ യാചിക്കുന്നു. അപ്പോ അതില് വളരെയധികം കൃതാർത്ഥനായിട്ട് ബലി ഭഗവാന്റെ അടുത്ത് ഭഗവാനെ വണങ്ങിക്കൊണ്ട് പറയുകയാണ്, ഞാൻ എന്തും തരാമെന്ന് പറഞ്ഞ എൻ്റെ അഹങ്കാരത്തിന് അങ്ങ് നല്ല രീതിയിലാണല്ലോ എനിക്ക് മറുപടി തന്നത്. അതുകൊണ്ട് എൻ്റെ വാക്ക് സത്യമാക്കണമെന്ന് അങ്ങ് കരുതുന്നെങ്കിൽ, അങ്ങയുടെ ഭക്തനായ എൻ്റെ വാക്ക് സത്യമാകണമെന്ന് അങ്ങ് വിചാരിക്കുന്നെങ്കിൽ, അതായത് അങ്ങ് ഇനി ത്രിവിക്രമൻ രൂപം പ്രാപിക്കുന്നില്ലെങ്കിൽ ഈ കുഞ്ഞുകാല് എൻ്റെ തലയിൽ കൃത്യമായിരിക്കും. അതുകൊണ്ട് 3-ാമത്തെ അടി എൻ്റെ തലയിൽ വെച്ചുകൊള്ളുക. എൻ്റേതെല്ലാം അങ്ങ് 2 അടി കൊണ്ട് അളന്നെടുത്തു. 3-ാമത്തെ പാദത്തിനായിട്ട് എന്നെ അളന്നെടുക്കുക, എന്നെയും കൂടി അങ്ങ് സ്വീകരിക്കുക എന്നാണ് ബലിയുടെ വാക്കുണ്ടായത്. അന്നാണ് ബലിക്ക് മഹാബലി എന്ന പേര് കിട്ടുന്നത്. അങ്ങനെ ബലിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു.
വാമന പാദം കൊണ്ട് മഹാബലിയെ ചവിട്ടുന്നൊന്നുമില്ല, ചവിട്ടി താഴ്ത്തുകയോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അത് വെറും കെട്ടുകഥയാണ്, അത് പ്രചരിപ്പിച്ച ഒരു കെട്ടുകഥയാണ്. അതിലൊരു കഴമ്പുമില്ല. ബലിയുടെ ഈ ചെറിയൊരു ദോഷത്തെ നീക്കം ചെയ്ത് മഹാബലിയാക്കി തീർക്കുക എന്നതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. അങ്ങനെ സ്വർഗലോകം ദേവന്മാർക്കും മഹാബലിയെ സുതലത്തിലേക്ക് ബന്ധുജനങ്ങളോടുകൂടി അസുരന്മാർക്ക് എല്ലാവർക്കും കൂടി താമസിക്കത്തക്ക വിധം സുതലം എന്ന ലോകത്തേക്ക്, അതായത് 14 ലോകത്തില് ഒരു ലോകമാണ് സുതലം. സ്വർഗം, സുതലം, അതലം, വിതലം, തലാതലം, പാതാളം, അങ്ങനെ അനവധി ലോകങ്ങളുണ്ട്. അതിൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് പ്രചരണമുള്ളത്, കഥയിൽ, നാടോടി കഥയിൽ പറയുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും സംഭവിച്ചത് സുതലത്തിലേക്ക് അയക്കുകയാണ്. ബലിയെ തന്നെ ജയിലിലടച്ചതുപോലെയല്ല, ബലിയുടെ ബന്ധുക്കളോടുകൂടി അസുരന്മാരെല്ലാവരും കൂടി, പ്രഹ്ലാദനടക്കം, അതായത് ബലിയുടെ മുത്തശ്ശനായ പ്രഹ്ലാദനടക്കം എല്ലാവരും കൂടിയാണ് സുതലത്തിലേക്ക് പോകുന്നത്. മാത്രമല്ല ഭഗവാൻ അവിടെ ബലിക്ക് കാവലായിട്ട് നിൽക്കുകയാണ്. അത് ഈ സുതലം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളവർക്ക് പോലും പോകാൻ താല്പര്യമുള്ള സ്ഥലമാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോകുന്നത് പോലെയാണ്. ഓരോ രാജ്യങ്ങളിലേക്ക്, വിദേശത്തേക്ക് കുട്ടികൾ പോകും. അവിടത്തെ കാലാവസ്ഥയെക്കാളും മെച്ചപ്പെട്ട കാലാവസ്ഥയിൽ ഉള്ളിടത്തേക്ക് പോകാൻ പിന്നീട് അവിടുന്ന് ശ്രമിക്കും. അതുപോലെയാണ് ഈ സ്വർഗത്തിലുള്ളവർക്ക് പോലും പോകാൻ മോഹമുള്ള സ്ഥലമാണ് സ്വർഗിഭി പ്രാർത്ഥ്യം എന്നാണ് പറയുന്നത്. സ്വർഗത്തിലുള്ളവർ പോലും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ സുതലത്തിലേക്കൊന്ന് എത്തിക്കുമോ എന്ന അത്രയ്ക്ക്, അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ അവിടുത്തെ സുതലത്തിലെ സൗകര്യങ്ങൾ എന്തുമാത്രമായിരിക്കണം, സ്വർഗത്തിനേക്കാൾ സുന്ദരമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലുള്ളവര് സുതലത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആ സുതലമാണ് മഹാബലിക്ക് ഭഗവാൻ നൽകിയത്. അങ്ങനെ ബലിയെ ഭഗവാൻ മഹാബലിയാക്കി അനുഗ്രഹിച്ചു. മാത്രമല്ല ബലി സ്വർഗത്തിലിരിക്കെ 100 യാഗങ്ങൾ ചെയ്തു. 100 യാഗങ്ങൾ ചെയ്ത ആളിനെയാണ് ഇന്ദ്രനാക്കുക. ഇന്ദ്രൻ എന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പദവിയാണ്. 100 യാഗം ചെയ്ത ആൾക്കാർക്ക്, 100 യാഗം ചെയ്യുന്ന ആൾക്കാണ് അതിൻ്റെ യോഗ്യതയുള്ളത്. ഇന്ദ്രനാകാനുള്ള യോഗ്യത കിട്ടാൻ 100 യാഗം ചെയ്തിരിക്കണം. അപ്പൊ സ്വർഗത്തിലിരിക്കെ തന്നെ മഹാബലി 100 യാഗം ചെയ്തിരുന്നു. അപ്പോ ഇന്ദ്രനാവാനുള്ള യോഗ്യതയുണ്ട്. പിന്നീടുള്ള ഒരു മന്വന്തര കാലത്ത് മഹാബലിയാണ് ഇന്ദ്രനായിട്ട് വരുന്നത്. ഇതാണ് മഹാബലിയുടെ യഥാർത്ഥത്തിലുള്ള കഥ, ഭാഗവതത്തിലുള്ള കഥ. മറ്റ് കഥകളൊക്കെ കെട്ടുകഥകളാണ് എന്ന് മനസ്സിലാക്കുക. ഭാഗവതം വായിക്കുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യാത്തവരെ കെട്ടുകഥകളൊക്കെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിലുള്ള കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ കപടത നമുക്ക് വ്യക്തമാക്കാനും സാധിക്കും. എല്ലാവർക്കും ഓണാശംസകൾ.